അപ്പൊ അവർക്കൊരു വില അവർക്കൊന്നും വേണ്ട. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു നല്ല വാക്ക്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭാര്യയോടെ ഇങ്ങനെ ജോലി ചെയ്യണം. ഭർത്താവ് അടുക്കളയിലൊന്ന് പോയിരുന്നിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ മതി, പെണ്ണ് വളരെ ഹാപ്പിയാണ്. ജോലിക്ക് സഹായിക്കണ്ട, എടി ഞാൻ എന്തെങ്കിലും കൂടണോ വേണ്ടേക്ക്, അങ്ങനെ അവിടെ ഇരുന്നാൽ തന്നെ സന്തോഷമാണ്. എന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും നീ ഇങ്ങനെ തന്നെ ജോലി എടുക്കുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു ദിവസം ഭാര്യ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുമെന്ന് പോയി പറഞ്ഞു നോക്കി, സത്യം പറഞ്ഞ എടി എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ഇങ്ങനെല്ലാം എടുക്കുന്നത്, ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോലും കഴിയാറില്ല, എത്ര കാലം ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കി. ആ പെണ്ണിന്റെ മനസ്സ് നിറയും, നാളെ നേരത്തെ ജോലി എടുക്കുക. പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം മനസ്സത്രേ ഉള്ളൂ. പല പെണ്ണുങ്ങളും വാക്കാൻ തന്നറിയോ, സാറേ ഞാൻ സഹിച്ചോളാം, ഞാൻ എന്ത് പണി ഞാൻ ചെയ്തോളാം, പക്ഷെ മൂപ്പര് നല്ല വാക്കൊന്ന് പറഞ്ഞൂടെ, എന്ത് ചെയ്തു കൊടുത്താലും പിന്നെ കുറ്റം ബാക്കി, ഇതാക്കിയില്ല മറ്റേതാക്കിയില്ല. എന്തൊരു സങ്കടം അത്, ഭയങ്കര സങ്കടമല്ല. ഒരു പെണ്ണേ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പെണ്ണ് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എല്ലാം റെഡിയാണ്. അപ്പൊ ഇയാളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇയാളിങ്ങനെ ഓരോന്ന് നോക്കി, കറി നോക്കി, ഉപ്പൊക്കെ കറക്റ്റ് ആണ്, ഉപ്പൊക്കെ റെഡിയാ. അപ്പൊ ഇയാൾക്ക് എന്തോ ഒരു വിഷമം, ഒരു കുറ്റം പറയാൻ കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടാവില്ല, ആ വിഷമം. കറിയൊക്കെ റെഡി ആണല്ലോ, എന്താ ചോറൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇനി എന്നല്ലേ ഉണ്ടാക്കിയത്, എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, ഇനിയൊക്കെ ശരിയായുള്ള കുറ്റം അതാണ്, ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ലാസ്റ്റ് ചൂടുവെള്ളം കുടിച്ചു, വെള്ളത്തിന് ചൂട് കുറവാണ്, അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഭാര്യ പറഞ്ഞാൽ മതി, ചൂടുവെള്ളം ഇല്ല, വെള്ളം ചൂടാക്കാൻ പോലും അറിയാത്തവൾ എന്ന് പറഞ്ഞ് ഈ പെണ്ണ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ വരാൻ 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ചൂടാറിയതാണ് വെള്ളം, എന്നാലും കുറ്റം പെണ്ണിനെ ആ രീതിയിൽ കുറ്റം. ഈ പെണ്ണിന് നാളെ സത്യങ്ങൾ പെണ്ണുങ്ങളോട് ചോദിച്ചു കൂട്ടാ, അപ്പൊ അടുക്കളയിലെ ചൂടുള്ള പാത്രത്തിൽ നിങ്ങളെ തലയിൽ ഒഴിക്കാനുള്ള ദേഷ്യം ഉണ്ടാവും പെണ്ണ്, ഇല്ല പെണ്ണുങ്ങളെ ഉണ്ടാവില്ലേ? സമ്മതിക്കണ്ട, എന്നാലും ഇല്ലേ? സമ്മതിക്കണ്ട ഇല്ലേ? തന്നെ സമ്മതിക്കല്ലേ? അതുണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? അത് നിങ്ങൾ തിരുത്താ. എങ്ങനെ? എടി ചോറ് എന്ത് ടേസ്റ്റ് അടി ഇങ്ങനെ പറയണേ, നീ എന്തുണ്ടാക്കിയാലും വല്ലാത്തൊരു ടേസ്റ്റ്. ഞാൻ ചോറിനെ കുറിച്ചല്ല, മൊത്തം വിഷയങ്ങൾ ചോറ് ഉദാഹരണം എടുത്താണ്. എന്തുണ്ടാക്കിയാൽ വല്ലാത്തൊരു ടേസ്റ്റാണ്. പിന്നെ ചുടുവെള്ളം കുറച്ചും കൂടി ചൂട് കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു കേട്ടോ. മതി, അത്ര മതി. ചൂടുവെള്ളോ എപ്പോൾ തന്നെ കൊണ്ടുതരാം. പെണ്ണർ ഒറ്റ ഓടെ കയറാം, PT ഉഷേനേക്കാളും സ്പീഡിൽ നേരെ. കാരണം ബാക്കിയുള്ള എല്ലാം പോസിറ്റീവ് കിട്ടിയില്ലേ ആ രീതിയിൽ. ഇത് പെണ്ണുങ്ങൾ ഇതേ കാര്യം ശ്രദ്ധിക്കണം. ഭർത്താവ് എന്തോ സാധനം കൊണ്ടുവരുമേ, ഇതാ നിങ്ങൾ കൊണ്ടുവന്ന്, നിങ്ങളിപ്പോൾ ആകെ കൊണ്ടുവന്ന്, ഇതാ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന്, അങ്ങനെയും പറയാൻ പാടില്ല. പണ്ടൊരു ഭർത്താവ് പുറത്തെന്തോ ഒരു ആവശ്യത്തിന് പോയതാ. ഭർത്താവ് എന്തോ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് പോയതാ. പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എൻ്റെ പേരെന്താ ടെക്സ്റ്റൈൽസിൽ ഇങ്ങനെ ചുരിദാർ ഇങ്ങനെ തൂങ്ങിക്കുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് അയാളുടെ ഭാര്യ ആയിഷാനെ ഓർമ്മയായി. ഭാര്യ ആയിഷാനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയായി. അപ്പോൾ ഇയാളിങ്ങനെ ഭാര്യ ആയിഷാനെ ആ ചുരിദാറിന് ഉള്ളിലിട്ട് ഇങ്ങനെ സങ്കല്പിച്ചൊക്കെ നോക്കി, ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. അങ്ങനെ ഇയാൾ ചുരിദാർ വാങ്ങാൻ പോയതൊന്നുമല്ല, പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ കഴിയുന്നില്ല. ഇയാൾ വില ചോദിച്ചു. ഡിസ്പ്ലേക്ക് വെച്ച് സാധനമല്ലേ, നല്ല വിലയുണ്ട്, 3500 റുപ്യുണ്ട്. ഇയാൾ അവസാനം വിലയൊക്കെ പേശിയിട്ട് വേറെ എന്തോ കാര്യത്തിൽ വെച്ചാൽ 4000 റുപ്യ ഉണ്ട്. അതിന് 3200 റുപ്യ കൊടുത്തിട്ട് സാധനം വാങ്ങി. ഇയാൾ നേരെ വീട്ടിൽ ബെല്ലടിച്ചിട്ട് പെണ്ണ് വായിൽ തുറക്കുന്നില്ല. രണ്ടും ബെല്ലടിച്ചിട്ട് വായിൽ തുറക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യല്? സാധാരണ ബെല്ലിന്റെ മേലെ കയറി നിൽക്കൂലേ? പല നാട്ടിലും അങ്ങനെ, ഇവിടെ അങ്ങനെ എനിക്കറിയില്ല. ബെല്ലിങ്ങനെ അടിച്ച് അടി പെണ്ണിങ്ങനെ ജോലിൻ്റെ എന്താ മനുഷ്യ ഇവിടെ വെറുതെ നിൽക്കില്ല, 4 കൈയൊന്നും ഇല്ല ഇവിടെ, ആകെ 2 കൈയുള്ളൂ, പണിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ലേ ഇവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോയത്. എന്താ പെട്ടെന്ന് വന്നത്? ഈ മൂടുള്ള പെണ്ണിനോട് പിന്നെ സമ്മാനം വാങ്ങിക്കൊണ്ടെന്ന് പറയാൻ തോന്നുമോ? എങ്ങനെയാ പറയാ? ഇത് ഇങ്ങനെ ഭദ്രകാളി ലുക്കില്ല. അലക്സ് എന്നുള്ളൊരു കൂട്ടുകാരൻ എന്നോട് ബഹ്റൈനിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ വേറെ റൂം എടുക്കുകയാണ്. എന്താ ചോദിച്ചു? അയാളുടെ ഭാര്യ മാത്രമേ ഉള്ളൂ, കല്യാണമായിട്ട് 9 കൊല്ലം, കുട്ടികളൊന്നും ആയിട്ടില്ല. ഇയാൾ കുട്ടികളില്ലാത്തതുകൊണ്ട് ഭാര്യ ഗൾഫിൽ കൊണ്ടുപോയത്. എന്നിട്ട് അയാൾ പറയാം, ഞാൻ വേറെ റൂം എടുക്കുകയാണ്. കാരണം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം ഭാര്യ ഭദ്രകാളി ആയിരിക്കില്ല, വേറെ ദിവസം ഡ്രാക്കുളായിട്ടാണ്. അങ്ങനെ ഓരോ മോഡൽ. എനിക്ക് പേടിയാണ് സാർ, എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം, ഞാൻ വേറെ റൂം എടുക്കട്ടെ. നമ്മൾ ഈ ആപ്പിലെഫ്റ്റി കാണുന്ന ഒരാൾ സുഹൃത്താണ് ആ അവസ്ഥയിൽ. അതിന് ഈ പെണ്ണുണ്ടല്ലോ, എന്നിട്ട് ഞാൻ നിനക്ക് സമ്മാനം കൊണ്ടുവന്നിട്ട് ഇയാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. എന്താ സമ്മാനം എന്നിട്ട് വാങ്ങി തുറന്ന ചുരിദാർ. എന്നിട്ട് ഈ ചുരിദാർ എടുത്ത് നോക്കിയിട്ട് ഈ പെണ്ണ് പറയാണ്, കണ്ടില്ലേ, ഔട്ട് ഓഫ് ഫാഷൻ, കുറെ പണ്ടത്തെ മോഡല്, ഇതിന് മറ്റേ വർക്ക് അങ്ങനെ പ്രശ്നമാണ്, ഈ കളർ ലോക്കൽ കളറാണ് എന്നും കുറേ കുറ്റം. ഇനി വേണമെങ്കിൽ ഇതിന് 3000 റുപ്യ കൊടുത്തിട്ടുണ്ടാവും പൊട്ടൻ. ഇനി നമ്മള് 3200 പറയാൻ പറ്റുമോ? പോയില്ലേ? വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ, പാട്ട് കേട്ടില്ലേ? പോയി. നല്ല കാഴ്ച, നല്ല കണ്ണ് വേണം, അല്ലെങ്കിൽ കണ്ണട വരും. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. കണ്ണട വേണ്ടി വരും. നിങ്ങൾ ആലോചിക്കുക, ഈ പെണ്ണുങ്ങൾ നിങ്ങൾ സെലക്ഷൻ പണ്ടേ പ്രശ്നമാണ്. ഭർത്താവിനോട് പറയാൻ, നിങ്ങൾക്ക് ഒരു കാര്യം സെലക്ട് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ ഈ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടല്ലേ ഭയങ്കര പ്രശ്നം, നിങ്ങൾക്ക് സെലക്ഷൻ അറിയില്ല. അത് ഭർത്താവ് സമ്മതിക്കും.
ശരിയാണടി, 12 വർഷം മുമ്പ് എൻ്റെ സെലക്ഷനിൽ വന്നൊരു പാളിച്ചയാണ് ഇന്നും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും നീ ആ യാഥാർത്ഥ്യം സമ്മതിച്ചല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. സെലക്ഷൻ്റെ കാര്യം എപ്പോഴും ഭർത്താവ് നിങ്ങൾക്ക് നല്ല സെലക്ഷൻ അറിയാമെന്നേ പറയാവൂ. കാരണം മൂപ്പരെ പ്രധാനപ്പെട്ട സെലക്ഷനാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറയുന്നത്. അതിന് കുറ്റം പറയരുത്. നിങ്ങൾ എന്ത് സെലക്ട് ചെയ്താലും ഒരു നല്ല സന്തോഷമാണെന്നേ പറയാം. ഈ പെണ്ണ് ഈ ഡ്രസ്സ് ഇങ്ങനെ എടുത്തിട്ട് 4 തെറിയൊക്കെ പറഞ്ഞ് അതിനെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഈ ഭർത്താവ് വേറെ ഏതോ കൊടുവള്ളി അങ്ങാടി കൂടെ ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന് ഒരു ചുരിദാർ ഇങ്ങനെ കാണുമ്പോൾ പടച്ചോനെ വേണ്ടത്തി കൂടെ പെണ്ണ് ഇപ്പുറത്ത് കൂടെ പോയില്ലേ, ഇയാൾക്ക് ഇത് ചുരിദാരം കേൾക്കുമ്പോൾ ആയിഷന്റെ പണ്ടത്തെ ഡയലോഗ് മൊത്തം ഓർമ്മ വരും. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു, നന്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. കുട്ടികൾക്ക് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ 12 മാർക്കേ കിട്ടിയിട്ടുള്ളൂ 50-ല്, 12-നുള്ള ഒരു സന്തോഷം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യ്. എന്നാൽ അടുത്ത പരിചയം 14 ആയിക്കോളും. ഇതിന് 12 കിട്ടും, ആദ്യത്തിന് 38 എവിടെ, ബാക്കി 8 എവിടെയെന്നാ അങ്ങനെ ചോദിക്കല്ലേ. എല്ലാത്തിന്റെ സന്തോഷങ്ങളൊന്നും പറ. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് പറയട്ടെ, നേരത്തെ കറി റെഡി, ചോറ് റെഡി, ഉപ്പേരി റെഡി, ഒക്കെ റെഡി, ചുടുവെള്ളം മാത്രം കുറവ്. അപ്പൊ നിങ്ങൾ ചൂടായപ്പോ, ഭർത്താവ് ചൂടായപ്പോ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടായോ? ഉണ്ടായി. അതേപോലെയാണ് കുട്ടിക്ക് 38 മാർക്ക് കിട്ടിയിട്ടേ 12 എവിടെയെന്ന് ചോദിക്കുമ്പോഴുള്ള ഫീലിംഗ് അതേ ഫീലിംഗാണ്. കെട്ടി പിടിച്ചിട്ട് 2 കുട്ടിക്ക് മാർക്ക് കിട്ടില്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം പറയാം, കുറെ അക്കാഡമിക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതല്ല, കിട്ടണം, മാർക്ക് കിട്ടിക്കോട്ടെ, അതല്ല, ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇനി അവസാനിപ്പിക്കണം. മക്കളും ഭാര്യയും ഭർത്താവ് കുട്ടികളും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഇൽഫത്തിൽ, നല്ല ഖൽബിയായിട്ടുള്ള നല്ലൊരു അടുപ്പത്തിൽ ജീവിച്ചു പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തണം. ഒന്ന് എഴുന്നേറ്റ് നല്ല നമുക്ക് അവസാനമായിട്ട് ഒരു പോയിന്റ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാം. നിൽക്കാൻ പ്രയാസമല്ല, അതിന് മാത്രം. എന്നിട്ട് നമുക്കൊരു ബൈത്താണ് പാടിയിട്ട് ഒറ്റ ഒരു അവസാനിപ്പിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കണം. അവസാനം ഒറ്റ പോയിന്റ് പറയാം. മക്കളും അതോടെ കുടുംബമൊക്കെ ഒരു ഇഷ്കുഫുൾ ഫാമിലി ആയിട്ട് മാറണം. ഇപ്പൊ പല ചെറുപ്പക്കാരും പല നാട്ടിലും ചെന്നാലും വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവരൊന്നും ഞാൻ കുറ്റം പറയൂല, ഞാൻ കുറ്റം പറയേയില്ല. ആ കട്ടൗട്ട് വെച്ച് ചെറുപ്പക്കാർ ഞാൻ കുറ്റം പറയൂല. എനിക്ക് അവരെ ഇഷ്ടമാണ് ഒരർത്ഥത്തിൽ. കാരണം എന്താ പറയുക, അവർ ചെയ്യുന്ന വിഷയത്തിലൊക്കെ ആത്മാർത്ഥമാണ്. അതുകൊണ്ടാണ് വലിയ കട്ടൗട്ട് വെച്ചത്. ഒരാള് ഒരു ടീമിന്റെ വലിയ കട്ടൗട്ട് വെച്ചപ്പോൾ ഓന്റെ ഒരു മെഹബൂബ് ഉണ്ടാവില്ലേ, ഓനൊരു മാഷൂക്ക് ഉണ്ടാവില്ലേ, ആ മാഷൂക്കിനെ കൂടെ അതിനേക്കാളും ഇഷ്ടമുണ്ട്. അപ്പൊ അതിനേക്കാളും വലിയ കട്ടൗട്ട് വെച്ചു. അപ്പൊ ഓൻ ആത്മാർത്ഥമുള്ളതുകൊണ്ടല്ലേ വലിയ കട്ടൗട്ട് വെച്ചത്. ആന്ന് പറ. അവിടെ മായശൂക്കർ മാറ്റി കൊടുത്താൽ മതി, മുത്തറസൂദാനെ കൊടുത്താൽ മതി. മായശൂക്ക് മാറിപ്പോയതാണ്, അതാ പ്രശ്നം ഉണ്ടായത്. കട്ടൗട്ട് മുത്തറസൂദാക്കിനെ കട്ടൗട്ട് നമ്മളാരും വെക്കൂല, കൽവിലാണ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഓൻ ആത്മാർത്ഥത ഉള്ളവനായത് കൊണ്ടാണ് അവിടെ ബോർഡ് വെച്ചത്. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓന് കിട്ടിയതൊക്കെ വേറെ കോലത്തിലാണ്. അപ്പൊ നമ്മുടെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് മുത്ത് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് ഈ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘത്തിൽ കുട്ടികളെ മെമ്പർമാരാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികൾ ഇവിടെ തല്ലും, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളും സമരവും കോലാഹലങ്ങളും അടിയും പിടിയും സർക്കസും പിന്നെ നാടകവും സിനിമ ഒന്നും നമ്മുടെ ഈ കുട്ടികൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവർ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികളാണ്. ഇവർ നിങ്ങളുടെ വീട്ടിൽ എന്ത് പിരിവിനൊന്നും നല്ല പൈസ കൊടുക്കണം. കാരണം ഇങ്ങനത്തെ വേദികളാണ്, ഖൈറായ വേദികളാണ്, പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്ക് വേഗം അതിന് മെമ്പർഷിപ്പ് എടുത്തിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളുടെ കൂടെ നമ്മൾ കുട്ടികളെ വേഗം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരിൽപ്പെട്ട ഒരാൾക്ക് സിനിമ കാണാൻ പോകണം തോന്നിയാലും ഓന് പോകാൻ പറ്റൂല. കാരണം മറ്റു വേറെ ഇനി എങ്ങോട്ടാ പോകണോ ചോദിക്കും, നീ സിനിമക്ക് പോയേ, നീ മറ്റേതിന്റെ ആളല്ലേ ചോദിക്കുക, ഓന് സിനിമക്ക് പോകാൻ പറ്റൂല. അതൊരു കവചമാണ്, അതൊരു വലിയ പ്രൊട്ടക്ഷനാണ്. നമുക്ക് ഇതിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ ആളായി നിന്നുകൊണ്ട് സിനിമക്ക് പോകാൻ പറ്റൂല, സർക്കസ് കാണാൻ പറ്റൂല, അത് പ്രശ്നമാണ്. അപ്പൊ കുട്ടികളെ വേഗം അതിന്റെ ആൾക്കാരാക്കി മാറ്റണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ, അതുപോലെ തന്നെ അവിടുത്തെ സാഹോദര്യത്തിന്റെ, അന്യമതസ്ഥരോട് അവിടുന്ന് കാണിച്ചിട്ടുള്ള ആദരവിന്റെ എല്ലാ കഥകളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മാതാപിതാക്കളോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. വല്യമ്മ വല്യപ്പ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ഉപ്പാനെ ഒക്കെ സ്നേഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ കണ്ട് വളരുകയാണെങ്കിൽ മാഷാ അല്ലാഹ് പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത് പക്കായിരിക്കും. ആ രീതിയിൽ ആ ഒരു അടുപ്പത്തിലുണ്ടാക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗാഡ്ജറ്റുകളുടെ ഉപയോഗം നന്നായിട്ട് നിയന്ത്രിക്കുക. ഈ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഗാഡ്ജറ്റുകൾ, അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ അബദ്ധത്തിലേക്ക് പോകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഒരു സ്ക്രീനും കൊടുക്കാൻ പാടില്ല എന്ന് WHO പഠനത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള കുട്ടികൾക്ക് വല്ലപ്പോഴൊക്കെ ഒരു നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഹാംഫുൾ അല്ലാത്ത ഇന്റലക്ച്വൽ ഗെയിമുകളുണ്ട്, അത്തരം ഗെയിമുകളൊക്കെ വല്ലപ്പോഴൊക്കെ കൊടുക്കുക. അതിനേക്കാളൊക്കെ ഏറെ അവർക്ക് റസൂലുള്ളാഹിന്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക. ചെറിയ കുട്ടികൾ
ഗർഭിണികൾ, അവർക്കൊക്കെ ഖുർആൻ പാരായണം കുറേ കേൾപ്പിച്ചു കൊടുക്കുക. ഗർഭിണികൾ ഖുർആൻ പാരായണം ചെയ്യുക. കുട്ടികൾ ഇഷ്കണ്ട നല്ല പാട്ടുകൾ കേൾക്കുക, അത് പാടുക. അല്ലെങ്കിൽ ആ കുട്ടികളാണ് അള്ളാഹിനോട് പറയും, പടച്ചോനെ ഞാൻ വലുതായി വന്നപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഫോണെന്ന് കേട്ടതൊക്കെ സിനിമ പാട്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ പണി ഏതൊക്കെയോ കോമഡി സ്കിറ്റുകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കലായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ പണി. അതുകൊണ്ട് ഞാനിങ്ങനെ ആയതാണ്. അതേസമയം ഒരു ഉമ്മ ഒരു വാപ്പ അവർ പാടുന്ന മുഴുവനും ബുർദയാണ്, മൗലിദാണ്, സ്വലാത്താണ്. ഒഴിഞ്ഞിരുന്ന സ്വലാത്താണ്, ഒഴിഞ്ഞിരുന്നിട്ടില്ലെങ്കിൽ ബുർദയാണ്. മൊത്തം അങ്ങനെയുള്ള ലൈഫ് കണ്ടു പറഞ്ഞാൽ ആ കുട്ടിക്ക് പറയും, പടച്ചോനെ എൻ്റെ ഉമ്മ ബുർദ ചൊല്ലുന്നത് കേട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ വാപ്പ സ്വലാത്തും ദലായിലുള്ള ഖൈറാത്തും ബശായിലുള്ള ഖൈറാത്തും ബുർദുൽ ലത്തീഫും ഹദ്ദാദ് റാത്തിബും ചൊല്ലുന്നത് കണ്ടുകൊണ്ടാണ്, ഉപ്പാന്റെ മടിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ നേരായ വഴിയിലെത്തി. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ നല്ലോണം ചിന്തിക്കുക. എത്രയോ മഹലിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട കാര്യമാണ്. ഉപ്പമാർ അൽഹംദുലില്ലാഹ് മഹലിൽ പ്രസിഡന്റാണ്, പള്ളിന്റെ സെക്രട്ടറി ഒക്കെ ഉണ്ട്. മക്കൾ ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഉപ്പമാര് നന്നായി, പക്ഷെ മക്കൾ അവിടെ ഏതോ ഇതിന്റെ അവിടെ പോയിരിക്കും, ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും, ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നു. പലതിന്റെയും ആൾക്കാരായി മാറിയിരിക്കുന്നു. അതേസമയം പേരക്കുട്ടികളുണ്ടാവും, ഈ പ്രായമുള്ള കുട്ടികളില്ലേ, എല്ലാ നാട്ടിലും എന്തായാലും സാഹസിലി മക്കളുണ്ടാവും, അവർ നല്ല മക്കളാ. ഇതിന്റെ ഇടയിലൊരു ടീമില്ല, അതെവിടെ ഒരു 15 മുതൽ ഒരു 25-30 ഇടക്കൽ ടീമില്ലേ, കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെവിടെ പോയി? അവര് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയും വന്നിരിക്കുന്നുണ്ടാവും. അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ഒരു വലുതായില്ലേ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയരുത്. അത് എന്തുകൊണ്ടാന്ന് പറയാം, പിടിക്കേണ്ട രീതിയിൽ പിടിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൽ സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാർ ആരാണെങ്കിൽ അവർ നമുക്ക് കിട്ടും. അവർ നാളെ ദീനിന്റെ നേതൃത്വത്തിൽ അവർ കടന്നുവരും. അപ്പോൾ സ്വലാത്ത് ചൊല്ലാത്ത ആരും ഉണ്ടാവരുത്. ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് റജബാണ്. ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു, അജ്മീർ ഖവാജ പാപ്പ ഖദ്ദസല്ലാഹുൽ അസീസ് തുടങ്ങിയ ഒരുപാട് മഹാന്മാർ വിട പറഞ്ഞ മാസമാണ്. അടുത്ത മാസം ശഅബാനാണ്, സ്വലാത്ത് വാർഷികം. ഇന്നല്ലാഹു മലായികത്തു ആയത്തിറങ്ങിയ മാസമാണ് അടുത്തത്. അതിന്റെ അപ്പുറത്ത് നന്നാവാനുള്ള മാസമാണ്. വെറുതെ ഇങ്ങനെ ദ്വാരുന്ന മാത്രം പോരെ, നമ്മൾ ഒരുങ്ങണം നമ്മൾ. ഇവിടെ കൂടിയ ആൾക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് തീരുമാനം എടുക്കുക. 300 സ്വലാത്ത് ചൊല്ലാത്ത ആരും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് പറയാം. ഇൻഷാ അല്ലാഹ് 300 ചെറുതാട്ടോ, ഞാൻ 300 അല്ല പറയല്ലേ. അത് ഏറ്റവും ദുർബലരായ ആൾക്കാരോട് പറയുന്ന കണക്കാണ് 300. ശരിക്കും പറഞ്ഞാൽ ഒരാള് 1000 സ്വലാത്തെങ്കിലും ഡയലി ചൊല്ലണം. മൻ സല്ല അലൈഹി അൽഫ മറ ഹറമല്ലാഹു ജസദഹു അലന്നാർ ഹദീസാണ്. 1000 സ്വലാത്ത് ഒരാൾ ഡയലി ചൊല്ലിയാൽ അയാൾക്ക് നരകം ഹറാമാണെന്നാണ്. അതെല്ലാവരും സ്വലാത്തില്ലേണ്ടതില്ല, നിർബന്ധമുള്ള കാര്യമില്ല. സ്വലാത്ത് മുഅ്മിനീങ്ങൾ ചൊല്ലിയാൽ മതി. എന്നതിന് ആമനു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞ അവിടെ. എല്ലാവരും കൂടി ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളാണോ ഓൻ സ്വലാത്ത് ചൊല്ലിക്കോളും, അതാണ്. യായുല്ലദീന ആമനു, വിശ്വാസിച്ച മുഅ്മിനീങ്ങളായവരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്വലാത്തെല്ലാം ഒരാൾക്ക് കഴിവില്ലെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ടതാണ്, ഒഴിവ് കിട്ടുന്നില്ല അയാൾ മനസ്സിലാക്കേണ്ടതാണ്, മുഅ്മിനീങ്ങളിൽ പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു കാത്തിരക്ഷിച്ചു കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ സ്വലാത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കിട്ടാനൊന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കണം. ഞാനൊരു 10 സ്വലാത്ത് കുറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ദറജ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, സ്രഷ്ടാവായ അള്ളാഹു മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അള്ളാഹിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളോട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയും, അതാണ് അവിടുത്തെ സ്വലാത്ത്. അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, എന്ന് മുതലാണ് ഈ സ്വലാത്ത് ചെല്ലുന്നത്, അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് തുടങ്ങിയാണെന്നുള്ളത്. അതിന് കാലമില്ല എന്നാ എന്റെ ഡിസ്കഷൻ. മുഫസ്സിരീങ്ങൾ പറയുന്നത് അതിനൊരു കാലമില്ല എന്നാണ്. അള്ളാഹു എന്നാണ് ഈ സ്വലാത്ത് ഇല്ലാന്ന് പറയുന്നത്. അള്ളാഹ് പണ്ടേ, അള്ളാഹ് കാലമില്ലാത്തവരല്ലേ, പണ്ടേ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. കാരണം അള്ളാഹിന്റെ നബിയുടെ പേരിൽ കാലമില്ല, ഇൻഫിനിറ്റ് ആണ്. ആ കാലം നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ മലക്കുകൾ മൊത്തം സ്വലാത്ത്. ഈ ലോകത്തിന്റെ ആദ്യം മുതൽ ഇന്ന് വരെ ജീവിച്ച കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ, ഇപ്പൊ ലോകത്ത് 800 കോടിയിലധികം ജനങ്ങളുണ്ട്. ഇപ്പോ ഈ സെക്കൻഡിൽ ലോകത്ത് 800 കോടിയിലധികം ജനങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ജീവിച്ച ഒരുപക്ഷെ ആദം നബിയുടെ ആ ചരിത്രം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10,000 കൊല്ലം, അത്രയും കാലത്ത് ജീവിച്ച മൊത്തം ജനങ്ങളിലെ അതിനേക്കാളും എത്രയോ ഇരട്ടി മലക്കുകളുണ്ട്. ഈ മലക്കുകൾ മുഴുവനും ഓരോ സെക്കൻഡിലും സ്വലാത്താണ്. അതാണ് നമ്മുടെ സ്വലാത്തിന്റെ പ്രത്യേകത. അള്ളാഹു മലക്കുകളൊക്കെ ചൊല്ലുന്ന കാര്യമാണ് നമ്മളോട് ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ മക്കൾ അതിന്റെ ആൾക്കാരാക്കി മാറ്റുക. വിശുദ്ധമായ റമളാനാണ് വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്മ് തീർക്കാത്ത ആരുണ്ടായിരുന്നു. അത് ഞാൻ ബിഗിനേഴ്സിനോട് പറയുന്നതാണ്. ഒരു 3 ഖത്മൊക്കെ ഒരു സാധാരണ കുറച്ചെങ്കിലും നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയ 3. എൻ്റെ സുഹൃത്തുക്കളായ പ്രൊഫഷണൽസ് ആയിട്ടുള്ള പണ്ഡിതന്മാരല്ലാത്ത പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 15 ഖത്മൊക്കെ തീർക്കുന്നവരുണ്ട് ഒരൊറ്റ മാസത്തിൽ. റമളാനിൽ 10 ഖത്ം തീർക്കുന്നവരുണ്ട്, 8 ഖത്ം തീർക്കുന്നവരുണ്ട്. അവർ ജോലിക്ക് ചെയ്യുന്നവർ, അവർ കൺസൾട്ട് ചെയ്യുന്ന, അവരൊരു ഓഫീസിൽ പോകുന്ന, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബൈത്ത് എല്ലാ ആണുങ്ങൾക്ക് വേണം മുന്നോട്ട്. ഓൺലൈനിൽ കാണുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഓൺലൈനിൽ നമുക്ക് പരിപാടിയിലേക്ക് ആണുങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് മുന്നോട്ട് വരും, ഇങ്ങോട്ട് ഒരു ചെറിയ ബൈത്ത് ഒന്നിച്ച് ചൊല്ലി അവസാനിക്കും. ആ ഓൺലൈനിൽ പിന്നെ കാണുന്നവർക്ക് അതിൽ നമ്മുടെ ഗൂഗിൾ പേ, നമ്മുടെ പരിപാടി 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചൊല്ലാനുള്ള ബൈത്തുണ്ട്. ചൊല്ലാനുള്ള ബൈത്തല്ല, എന്താണ് ബൈത്താണ് വരുന്നത്, പൈസ അടക്കാനുള്ള.
അൽഹംദുലില്ലാ. അൻവർ എന്ന് പറയുന്നത് എന്താണ്? കോമുൾക്കണ്ടിയോ? ആ, കോമുൾക്കണ്ടി. ഞാൻ പറഞ്ഞ മഹ്റജ് തെറ്റാൻ പാടില്ല, അതുകൊണ്ടാണ്. ആ കോമുൾക്കണ്ടി എന്ന് പറയുന്ന ആള് അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മുടെ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും വലിയ വലിയ സംഭാവന ചെയ്തോളി. ഇതുകൊണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരിക. കസേരകൾ മാറ്റിക്കോളി. ഇവിടെ ഇങ്ങനെ മജ്‌ലിസായിട്ട് നിൽക്കും. എല്ലാവരും ഒരു ബൈത്തിലാണ് അവസാനിപ്പിക്കും. അത് വല്ലാത്തൊരു രസമാണ്. അപ്പോൾ ഓൺലൈനിലുള്ള ആൾക്കാർക്ക് അതിൽ ഗൂഗിൾ പേൻ്റെ നമ്പർ അതിൽ കാണുന്നുണ്ട്. അതിൽ അൽഹംദുലില്ലാ അത് പൈസ അയക്കാവുന്നതാണ്. ഹൈറായ കാര്യങ്ങൾക്കുള്ളതാണ്. നമ്മൾ 3 വ്യത്യസ്തമായ ചാനലുകളിൽ പിന്നെ നമ്മൾ പരിപാടി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്ന് ഈ ഒരു രാത്രി നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അശ്റക ബൈത്ത് എല്ലാവരും ഒന്നിച്ച് നല്ല റാഹത്തിൽ അശ്റക ബൈത്ത് തന്നെ ചൊല്ലാം. എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും റെഡിയല്ല? നല്ല സെറ്റപ്പ് ഒന്നും فلما وان مولده الكريم وحان مقدمه الشريف العظيم صاح شاء الإشارة ببشارة الأرض أجمعين وما أرسلناك إلا رحمة للعالمين فعند ذلك حفظ أميسيتنا آمنة رضي الله عنها الملائكة الأبرار تحجبها بيدها النغي الغيار فوقف عن يمينها ميكائيل سيدنا ميكائيل عليه السلام وبين يديها سيدنا جبرائيل عليه السلام ولهم تتلم بالتصبيح والتقديس والتهليل للملك الجليل وأقبلت الحور إلى أمي سيدتنا آمنة رضي الله عنها تبشر بنا من جميع المخافي آمنة وتنوب عن القوابل البشرية وتبشرها بالسعادة الأبدية والغرة القمرية والطلعة المحمدية أخذها المخاض واشتد بها آلامه فوردت النبي صلى الله عليه وسلم كأنه البدر في تمام صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله أشرق البدر علينا فاغتفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام കൈകെട്ടണ്ട, ആരും കൈകെട്ടണ്ട. യാ നബി സലാം അലൈക്കും എന്ന് പറയുമ്പോൾ മുത്തായി തങ്ങളെ അങ്ങേക്ക് സലാം, നേരെ ഡയറക്റ്റ് ആ ഒരു അഡ്രസ്സിങ് ആണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഫീലോട് കൂടെ അങ്ങനെ തന്നെ പറഞ്ഞു. ഇനിയും കുറേ പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നല്ല സുന്നത്ത് ജമാഅത്തിന് കുറേ ആൾക്കാരുണ്ട്, നല്ല നല്ല പെണ്ണുങ്ങളുണ്ടാവും, നല്ല കുറേ ചെറിയ കുട്ടികളുണ്ട്. സറസ് കബൂലാവും, നമുക്ക് ക്ലാസ് ഉണ്ടാകും. ഇത്ര സുഖം കാണും, ചിലപ്പോൾ അവിടെ വന്ന് നിൽക്കും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഈമാനനുസരിച്ച് കാണാനും കിട്ടലൊക്കെ. നമ്മുടെ പണ്ഡിതന്മാർ, വലിയ വലിയ പുസ്തകന്മാർ, സുൽത്താനുൽ റئീസുൽ അങ്ങനെ ഇവരൊക്കെ അങ്ങനെയുള്ള ധാരാളം പല അനുഭവങ്ങളുള്ളവർ. അതുകൊണ്ടാണ് അവർ വലിയ മഹാന്മാരായി മാറിയത്. ഉത്തർ സുൽത്താനെ കൊണ്ടാണ് അവരൊക്കെ വലിയ ആൾക്കാരായി മാറിയത്. അല്ലാഹു തആല ആ വഴിയിൽ നടക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പല തവണ യഖ്ലത്തിൽ മനാമിൽ കാണാൻ, ആ പണ്ഡിതന്മാരുടെ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകണം. അപ്പം നല്ല ഇഖ്ലാസോട് കൂടെ എല്ലാവരും ഇതിൽ ഒന്ന് ചിന്തിക്കുന്നത് ഈ ഒരു മദീന മാത്രം ഉത്തർ സുൽത്താൻ കാണുന്നു എന്നുള്ള ഫീലിങ്ങിൽ അങ്ങനെ തന്നെ ഇല്ല. കൈ ഇങ്ങനെ അങ്ങനെ ഒരു അദബിൽ നിന്ന് വെച്ചിട്ട് അങ്ങനെ റിജിഡായിട്ട് നിൽക്കരുത്, ചെറിയൊരു ആട്ടം. അതൊക്കെ അതിൻ്റെ ഭാഗം. റസൂൽ അങ്ങനെ ആടിയിരുന്നു എന്നാണ് ഇമാം ബുസീർ അള്ളാഹുവിൻ്റെ സ്വപ്നത്തിൽ ബുർദ ചൊല്ലിക്കൊടുത്തപ്പോൾ അത് കിതാബിലുണ്ട്, ഹർബൂത്തീമ. ഒന്ന് ചെറിയൊരു ചരണം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആ രീതിയിൽ ചെല്ലി أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام حبيب سلام عليكم
يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي الله الله يا حبيب سلام عليكم صلوات الله من رأى وجهك يسعد റസൂലുള്ളാഹിനെ കണ്ടവർ വിജയിക്കും എന്നാണ് പറയുന്നത്. മൻ റആ വജ്ഹക, അങ്ങയുടെ മുഖം കണ്ടവർ വിജയിക്കും തങ്ങളെ എന്നാണ് പറയുന്നത്. കണ്ടവരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ അല്ലാഹു തആല ഭാഗ്യം നമുക്ക് നൽകട്ടെ. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി حوضك صافي المبرد وردنا يوم نشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم ما رأينا العيس حنت بالسرى إلا إليك والغمام قد أضلت والملا صلوا عليك لا إله إلا الله لا إله إلا الله لا إله إلا الله وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك الأبي النفور لا إله الله حينما شد المحامل وتنادوا لي الرحيل جئتهم والدم سائل قلت قف لي يا دليل لا إله إلا الله لا إله إلا الله وتحمل لي رسائل أيها الشوق الجزيل نحو هاتيك المنازل في الأشايا والبكور لا إله إلا الله كل من في الكون هام فيك يا باغي الجبين ولهم فيك غرام واشتياق وحنين طال البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع في معانيك الأنام قد تبدأت حائرين أنت للرسل ختام أنت للمولى شكور طلع البدر علينا
عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير طلع البدر علينا من ثنيات الوداع فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور طلع البدر علينا من ثنيات الوداع وجب الشكر علينا ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിന് സൗകര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഉമ്മത്തിന് ദീൻ ഇവിടെ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി അവിടെ നിന്ന് അധ്വാനിച്ച് അവിടത്തേക്ക് ക്ഷീണം തോന്നിയിട്ടില്ല. മൗലിദ് മജ്‌ലിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഇരുന്നാലും നിന്നാലും എന്തായാലും ക്ഷീണം തോന്നാൻ പാടില്ല. ഇത് കഴിയാനായിട്ടുണ്ട്. എന്നാലും അങ്ങനെ ആയിരിക്കണം മനസ്സ്. ഹൈറായ വിഷയത്തിൽ വരുമ്പോൾ ഇബ്ലീസ് ഉള്ളുന്നിങ്ങനെ പറയടാ പൊയ്ക്കടാ കുറേ നേരം എടാ പൊയ്ക്കടാ പൊയ്ക്കോ ഉള്ളുന്നിങ്ങനെ പറയൂല. വാച്ചിക്ക് ഇങ്ങനെ നോക്കും. ഹൈറായ മജ്‌ലിസ് വന്ന വാച്ചിക്ക് നോക്കാനേ പാടില്ല. അല്ലാഹു തആല അങ്ങനത്തെ മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. അത് മീറ്റിംഗ് ആവട്ടെ, ക്യാമ്പ് ആവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗമോ ക്ലാസ്സോ ക്യാമ്പോ എന്താണ് അവിടെ വന്നിട്ട് വാച്ച് നോക്കാൻ പാടില്ല. അവിടെ നിന്ന് എപ്പോഴാണ് സ്ഥലം പറഞ്ഞ് നമുക്ക് പോകാൻ തൊട്ട് പോകും. ആ ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. فعبد قد تملى والجلال والهموم فيك يا بدر تجلى فلك الوصف الحسين آدي أول مقدر عيبا لجوبك محمد ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ലൈസ അസ്കാ മിൻക أصلا قد يا جد الحسين فعليك الله صلى دائمة لده ألف لامي من لفرول ഹല്ലില്ലാത്ത ഞങ്ങളെ അലിഫോടടുത്ത റസൂലുള്ളാന്റെ കാവലേക്ക് റബ്ബനാ മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് ഷാഫിയായ റസൂലുള്ളാന്റെ കാവലേക്ക് റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു يا الله يا ولي الحسنات يا الله يا رفيع الدرجات يا الله كفر عني ذنوبي يا الله واغفرا لسيئاتي يا الله أنت غفار الخطايا يا الله
والذنوب الموبقات يا الله أنت ستار المساوي يا الله ومقيل الآثرات يا الله علم السر وأخفى يا الله مستجيب الدعوات يا الله ربنا ارحمنا جميعا يا الله بجميع الصالحات يا الله ربنا ارحمنا جميعا يا الله بجميع الصالحات يا الله ربنا ارحمنا جميعا يا الله بجميع الصالحات يا الله صلوا على النبي وعلى آله اللهم صل وسلم وبارك عليه അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാധനം സ്വീകരിക്കുമാറാവട്ടെ. പരസ്പര സാധുക്കളായി നമ്മൾ ഈ പറഞ്ഞതിൽ, പാടിയതിൽ, ഇവിടെ പങ്കെടുത്തതിൽ, സംഘടിപ്പിച്ചതിൽ എന്തെങ്കിലുമൊക്കെ അദബുകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് അതൊക്കെ പൊരുത്തപ്പെട്ട് ഞങ്ങളിൽ നിന്ന് കാമിലായി നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്.